ഇന്നത്തെ അറിയിപ്പുകൾ. കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകി ഹിറ്റായ സമൃദ്ധി കൊച്ചിയുടെ ഭക്ഷണം ഇനി ട്രെയിനിലും ലഭിക്കും. 3 നേരത്തെ ഭക്ഷണത്തിന് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടിക്കറ്റിംഗ് കോർപ്പറേഷൻ അനുമതി നൽകി. സമൃദ്ധി അറ്റ് കൊച്ചിയുടെ 4ാം വാർഷികത്തിലാണ് പുതിയ ചുവടുവയ്പ്. 3 നേരത്തെ ഭക്ഷണത്തിനാണ് സമൃദ്ധിക്ക് കരാർ ലഭിച്ചത്. ആദ്യഘട്ടമായി ജനശതാബ്ദി, ഇന്റർസിറ്റി, പരശുറാം എന്നീ ട്രെയിനുകളിലാണ് ഭക്ഷണം നൽകുന്നത്. കേരളത്തിന്റെ തനതു രുചിയും മേന്മയുമുള്ള പച്ചക്കറി വിഭവങ്ങളും പാക്കിംഗുമാണ് പ്രധാനമായും IRCTC നിഷ്കർഷിച്ചിരിക്കുന്നത്. തലേദിവസം IRCTC നൽകുന്ന ഓർഡറുകൾ പ്രകാരം എറണാകുളം നോർത്ത്, സൗത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഭക്ഷണം എത്തിച്ചു നൽകും. ഓരോ വിഭവത്തിനും കൃത്യമായ അളവുകളുണ്ട്. തുടക്കമായതുകൊണ്ട് ലഭിക്കുന്ന ഓർഡറുകൾ പ്രകാരമാണ് വരുമാനം. മെയ് 14-ന് വന്ദേഭാരത് ട്രെയിനുകളിൽ പഴകിയ ഭക്ഷണം നൽകുന്നത് കണ്ടെത്തിയിരുന്നു. ഇതോടെയാണ് വൃത്തിയായി ഭക്ഷണം നൽകുന്ന പുതിയ കാറ്ററിംഗ് യൂണിറ്റുകൾക്കായുള്ള അന്വേഷണം IRCTC ആരംഭിച്ചത്. സമൃദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് IRCTCയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഡൽഹിയിൽ നിന്നെത്തി എറണാകുളം നോർത്തിലെ സമൃദ്ധിയുടെ ഊട്ടുപുരയും അടുക്കളയും പരിശോധിച്ചിരുന്നു. ഈ ഊട്ടുപുരയിലാണ് IRCTCക്ക് വേണ്ടിയും ഭക്ഷണം തയ്യാറാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വനം വകുപ്പിനു കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾ ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാം. കേരള വനം വകുപ്പിന്റെ പുതിയ കേന്ദ്രീകൃത ഇക്കോ ടൂറിസം വെബ് പോർട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. 80-ലേറെ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന ടിക്കറ്റുകളാണ് ആദ്യഘട്ടത്തിൽ പോർട്ടൽ വഴി ബുക്ക് ചെയ്യാവുന്നത്. പ്രവേശന ടിക്കറ്റുകൾ മുതൽ ട്രെക്കിങ്ങിനും ബോട്ടിങ്ങിനുമുള്ള ടിക്കറ്റുകൾ വരെ ഓൺലൈനായി ബുക്ക് ചെയ്യാം. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം നിരാകരിച്ച ഡിവിഷൻ ബെഞ്ച് വിധിയിൽ ഇടപെടാനാകില്ലെന്ന് വ്യക്തമാക്കി. പ്രോസ്പെക്ടസ് പുറത്തിറക്കി എൻട്രൻസ് പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷം വെയിറ്റേജിൽ മാറ്റം വരുത്തിയത് നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തലാണ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, S മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. 2011 മുതലുള്ള മാനദണ്ഡമനുസരിച്ച് വെയിറ്റേജ് കണക്കാക്കി ഫലം പുനഃപ്രസിദ്ധീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേർ ഇതോടെ പട്ടികയ്ക്ക് പുറത്തുപോകും. പ്രവേശന നടപടികളടക്കം അവതാളത്തിലാകുന്നതാണ് വിധി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനമുള്ള എൻട്രൻസ് പരീക്ഷയാണ് കീം. മാർക്ക് ഏകീകരണത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ പിന്നിൽ പോകുന്നത് മറികടക്കാൻ കൊണ്ടുവന്ന പരിഷ്കാരം നടപ്പാക്കാൻ വൈകിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു എന്നായിരുന്നു സർക്കാർ വാദം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എറണാകുളം കാക്കനാട് കേരള മീഡിയ അക്കാദമിയിൽ PG ഡിപ്ലോമ വിഭാഗത്തിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 16 ബുധൻ രാവിലെ 10 മണിക്കായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുക. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, PR ആൻഡ് അഡ്വർടൈസിംഗ് വിഭാഗത്തിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്കായിരിക്കും സ്പോട്ട് അഡ്മിഷൻ നടത്തുക. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ ജൂലൈ 11-ന് രാവിലെ 10-ന് സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്കുള്ള അഭിമുഖങ്ങൾ നടക്കും. ബ്രാഞ്ച് മാനേജർ, ബ്രാഞ്ച് എക്സിക്യൂട്ടീവ്, ഇൻഷുറൻസ് അഡ്വൈസർ, സെയിൽസ് മാനേജർ എന്നീ തസ്തികകളിലേക്കാണ് അവസരം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത് അഭിമുഖത്തിൽ പങ്കെടുക്കാം.